വൈത്തീശ്വരൻ കോവിലിനെ കുറിച്ച് അറിയാം. തെക്കേ ഇന്ത്യയിലെ പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തി ശിവനാണ്. പടിഞ്ഞാറ് ദർശനമായാണ് വൈദ്യനാഥനായി മഹാദേവൻ ഇവിടെ കുടികൊള്ളുന്നത്. വൈദ്യശാസ്ത്രത്തിൻ്റെ ഈശ്വരനായിട്ടാണ് ഈ ഭഗവാൻ സങ്കല്പം. അതുകൊണ്ട് തന്നെ വൈത്തീശ്വരൻ എന്ന പേരും മരുന്നും ആയി നിൽക്കുന്ന ഭഗവതിയുടെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. ധന്വന്തരി പ്രതിഷ്ഠ വേറെയായും ഇവിടെയുണ്ട്. അവിടെ ചൊവ്വയുടെ 2 പ്രതിഷ്ഠയുണ്ട്. ഒന്ന് ഉത്സവമൂർത്തിയായി വൈദ്യനാഥ സന്നിധിക്കടുത്തും മറ്റൊന്ന് പുറത്ത് പ്രദക്ഷിണ വഴിയിലുമാണ് ഉള്ളത്. ഇവിടുത്തെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയ്ക്കും ഏറെ പ്രാധാന്യമുണ്ട്. ജ്യോതിഷത്തിലും ചൊവ്വയുടെ നാഥനായി സുബ്രഹ്മണ്യനെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ചൊവ്വയ്ക്ക് കുഷ്ഠരോഗം ബാധിച്ചപ്പോൾ ഇവിടെ ശിവനാണത്രേ അത് ചികിത്സിച്ച് മാറ്റിയത്. സുബ്രഹ്മണ്യനും താരകസുരനും ആയുള്ള യുദ്ധത്തിൽ പരിക്കേറ്റ ദേവന്മാരുടെ സൈന്യത്തെ ചികിത്സിക്കുന്നതിനായി ശിവൻ വൈദ്യഭാവത്തിൽ വന്നു എന്നും സങ്കല്പമുണ്ട്. ഇവിടുത്തെ അമ്പലക്കുളം സിദ്ധാമൃതമായാണ് അറിയപ്പെടുന്നത്. ഇവിടെ കുളിക്കുന്നത് അസുഖം വിശിഷ്യ ത്വക്ക് രോഗങ്ങൾ മാറുന്നതിന് നല്ലതാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അങ്കാരകൻ അഥവാ ചൊവ്വ ഇവിടെ അസുഖം മാറാൻ കുളിച്ചത് ഈ കുളത്തിലാണ് എന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രവും വളരെ പഴക്കമേറിയ ഒരു ക്ഷേത്രമാണ്. 63 നായന്മാരിൽ പ്രമുഖരായ അപ്പരും തിരുജ്ഞാന സംബന്ധരും മറ്റു പല ഭക്തന്മാരും ഈ ക്ഷേത്രത്തെ സ്തുതിച്ചിട്ടുണ്ട്. കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികളിൽ ഒരാളായ മുത്തുസ്വാമി ദീക്ഷിതരും ഈ ക്ഷേത്രത്തെ സ്തുതിച്ചതായാണ് പറയപ്പെടുന്നത്. എന്നാൽ പിന്നെ ഭാവി അറിഞ്ഞിട്ടു തന്നെ കാര്യം. വൈത്തീശ്വരത്തേക്ക് വിട്ടേക്കാം എന്ന് കരുതണ്ട, അതത്ര എളുപ്പമൊന്നുമല്ല. ജന്മരഹസ്യങ്ങൾ അറിയാൻ ആദ്യം ചെയ്യേണ്ടത് തള്ളവിരലിന്റെ മുദ്ര കൊടുക്കുകയാണ്. അതുപയോഗിച്ച് തിരഞ്ഞാണ് ചേരുന്ന താളിയോല തിരഞ്ഞെടുക്കുക. പേരിന്റെ അക്ഷരങ്ങളിൽ തുടങ്ങി മാതാപിതാക്കളുടെ പേരും കുടുംബാംഗങ്ങളുടെ പേരും വീട്ടുപേരും ജോലിയും അടക്കം പറയുന്നവർ വരെയുണ്ട്. എന്നാൽ വിധി വിപരീതത്തിന് പാത്രമായി ഭാവി രഹസ്യം കണ്ടെത്താനാകാതെ മടങ്ങുന്നവരും ഏറെയുണ്ട്. അഗസ്ത്യ മുനിയാണ് താളിയോല ഗ്രന്ഥങ്ങൾ രചിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം. നാഡീ ജ്യോതിഷത്തിന്റെ ആചാര്യനായാണ് അഗസ്ത്യൻ അറിയപ്പെടുന്നത്. ഒരിക്കൽ ശിവൻ പാർവതി ദേവിയോട് പുതിയ കാലത്ത് ജനിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് ഭൂമിയിൽ വച്ച് ധ്യാനത്തിൽ കണ്ട് അഗസ്ത്യമുനി ഇതെല്ലാം താളിയോലകളിൽ പകർത്തി വെച്ചു എന്നും അതിന്റെ പകർപ്പുകളാണ് ഇപ്പോൾ നാഡീ ജ്യോതിഷത്തിൽ ഉപയോഗിക്കുന്നത് എന്നുമാണ് വിശ്വാസം. വൈത്തീശ്വരനോടുള്ള പ്രാർത്ഥന എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുമെന്നാണ് വിശ്വസിച്ചു പോരുന്നത്. നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ചൊവ്വയുടെ ക്ഷേത്രം കൂടിയാണ് ഇത്. ഇവിടുത്തെ ക്ഷേത്രകുളത്തിൽ അമൃതിന്റെ സാന്നിധ്യമുണ്ട് എന്നും അതിൽ മുങ്ങിക്കുളിച്ചാൽ എല്ലാവിധത്തിലുമുള്ള ത്വക്ക് രോഗങ്ങൾ മാറും എന്നും ഭക്തർ വിശ്വസിക്കുന്നു. 10ാം നൂറ്റാണ്ടോടു കൂടിയാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്നാണ് വിശ്വാസം. 5 രാജഗോപുരങ്ങളോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം കുലോത്തുംഗ ചോളന്റെ കാലത്താണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് വരെ ജനിച്ചിട്ടുള്ളതും ഇനി ജനിക്കാനിരിക്കുന്നതുമായ മുഴുവൻ ആളുകളെയും അവരുടെ ജാതകങ്ങളും വിവരങ്ങളും ഇവിടുത്തെ പുരാതനങ്ങളായ ഓലക്കെട്ടുകളിൽ എഴുതി വച്ചിട്ടുണ്ട് എന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ ഇവിടുത്തെ താളിയോലക്കെട്ടുകളിൽ ഒളിഞ്ഞു കിടക്കുന്നു എന്നാണ് വിശ്വാസം. പക്ഷേ ഇവിടെ എത്തി താളിയോലക്കെട്ടുകളിൽ നിന്നും സ്വന്തം ജാതകവും ഫലങ്ങളും എല്ലാം കയ്യിൽ കിട്ടണം എങ്കിൽ അല്പം ഏറെ ബുദ്ധിമുട്ട് തന്നെയാണ്. അവിടെ എത്തുവാൻ വിധിയുള്ളവർക്ക് മാത്രമേ എത്താനും ആ താളിയോല കണ്ടെത്തുവാനും സാധിക്കുകയുള്ളൂ എന്നും വിശ്വാസമുണ്ട്. മാത്രവുമല്ല, അടുത്ത കാലത്ത് ഇതൊരു ധന സമ്പാദന മാർഗമായി കാണുന്നതിനാൽ പല ആളുകളും ഇത് തൊഴിലുമായി ഇവിടെ പരിസരങ്ങളിലുമൊക്കെ കറങ്ങി നടക്കുന്നും ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു വൈത്തീശ്വരൻ കോവിലിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു പുതിയ അറിവാണെന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക.